ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മഹോത്സവം നടക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു സമയത്ത് ഇതിനേക്കാൾ മനോഹരമായിട്ട് നമുക്ക് എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? ജനാധിപത്യം അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയോടെ കടന്നു പോകുന്ന ഈ സമയത്ത് പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ചില സുപ്രധാനങ്ങളായിട്ടുള്ള വിധികളാണ് ഇന്നത്തെ കാര്യത്തിലുള്ളത്. ന്യൂസ് ബുക്കും പ്രബീർ പ്രകാശത്തെയും ഒന്നും ജനാധിപത്യ വിശ്വാസികൾക്ക് അത്ര മറക്കാൻ കഴിയുന്ന പേരോ ആളോ ഒന്നുമല്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജയിൽവാസം ഉൾപ്പെടെ വലിയൊരു പോരാട്ടത്തിൻ്റെ കൂടി കഥ പറയുന്നതാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് ചുമത്തിയിരുന്നത് UAPA അടക്കമുള്ള കുറ്റങ്ങളായിരുന്നു. അതിനായി അവർ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യമെന്ന് പറയുന്നത് ചൈനീസ് പ്രൊപ്പഗാൻഡ നടപ്പിലാക്കുന്നതിനായി ഇവിടെ ഫണ്ട് കൈപ്പറ്റി അതിനുള്ള നടപടികൾ ഇവിടെ ചെയ്തു എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ ഡൽഹി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവടക്കം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് അതിന് അടിവരയിട്ടുകൊണ്ട് തന്നെയായിരുന്നു സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ഭീമ കൊറഗാവ് കേസാണ് മറ്റൊന്ന്. ഭീമ കൊറഗാവ് കേസിൽ അറസ്റ്റിലായിരുന്ന സാമൂഹ്യ പ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ ഗൗതം നൗഖ്ലാക്കിക്കും സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്നുണ്ട്. അദ്ദേഹം ഭീകരപ്രവർത്തനം നടത്തി എന്നതിന് തെളിവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഉത്തരവ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളും അവിടെ ഭീകരപ്രവർത്തനത്തിന് കൂട്ടുനിന്നു, അവിടെയുള്ള കലാപത്തിന് ചുക്കാൻ പിടിച്ചത് അവരായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. പക്ഷേ അതൊക്കെയും അതിനൊന്നും ഒരു തെളിവുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നടപടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ടും ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഈ കാലത്ത് സുപ്രീം കോടതിയിൽ നിന്ന് നിർണായകമായിട്ടുള്ള ഉത്തരവെന്ന് പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. അതിൽ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കുറ്റങ്ങളുണ്ട്. അതൊന്നും തന്നെ ഇല്ല എന്ന് കോടതി പറയുന്നില്ല. മറിച്ച് ഈ ജനാധിപത്യത്തിൻ്റെ മഹോത്സവം നടക്കുന്ന, ഈ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ മഹോത്സവം നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ലഭിക്കേണ്ട മുഴുവൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ഈ വിധികളിലൊക്കെയും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ 3 വിധികളും ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രീം കോടതി എന്നത് ജനാധിപത്യത്തിൻ്റെ കാവലാളാണ് എന്നുള്ള ആ തത്വം തന്നെയാണ്.